അസ്സലാമു അലൈക്കും മക്കളെ, അമ്മമാരെ എല്ലാവർക്കും സുഖമാണ്. ഞങ്ങളുടെ ഇന്നത്തെ പാചകം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് പഴയ ചാനൽ പോയി പുതിയ ചാനലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാചകം എന്താണെന്ന് നോക്കാം. അതിന് കിട്ടിയ മീൻ കണ്ടോ, താട മീനാണ്. താടയുണ്ട്, ചെറിയ കോര കുട്ടിക്കുണ്ടോ. ഇതാണ് നീട്ടിയ മീനാണ്. ഇത് ഇനി എന്താ ചെയ്യണമെന്ന് നമുക്ക് എന്താണ് ഈ മീൻ വെച്ച് കറി വെക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഇരുന്നാൽ കാണാം. എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റൂ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ പാചകം ഇവിടെ തുടങ്ങട്ടെ. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണേ. അപ്പോൾ നമ്മൾ തേങ്ങാക്കറിക്കാണ് ഇതായി കൊച്ചു കോരക്കുട്ടിയില്ലേ, അതിൽ വെക്കാനാണ് പല ഒരുപാട് വടിയൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ താട പൊരിക്കാൻ വേണ്ടി അരപ്പെല്ലാം പുരട്ടി വെച്ച് കണ്ടിച്ചെടുക്കുന്ന ഒരു കുഞ്ഞു കോരക്കുട്ടി. നമ്മളെ കറി അരപ്പ് റെഡിയായിട്ടുണ്ട്. പച്ചമുളകും തക്കാളി പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. അടുപ്പിൽ വെച്ചതേ ഉള്ളൂ കേട്ടോ. നമ്മളെ താട മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. കടുക് ഉലുവായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ കറിക്കുള്ള താളിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ചോറെല്ലാം ഓക്കെ ആയി. രസം, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർന്ന രസം നല്ല തിളച്ചാലേ ടേസ്റ്റ് വരുത്തുള്ളൂ കേട്ടോ. ഇതിന് ഞാൻ നല്ലപോലെ വെട്ടി തിളപ്പിക്കും. കുറേ നേരം ഇതേ രീതിയിൽ തന്നെ വയ്ക്കും. അപ്പോൾ നമ്മുടെ താട മീൻ പൊരിച്ചതും നമ്മളെ കറിക്ക് താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ബീറ്റ്റൂട്ട് കൂടെ റെഡിയാക്കണം. ഒരുപാട് നീട്ടുന്നില്ല നമ്മുടെ വീഡിയോസ്. എല്ലാവരും വീഡിയോസ് കാണണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.